വയനാട്ടിലെ CPIM-ന് ഇനി പുതിയ നേതൃത്വം. ജില്ലാ സെക്രട്ടറിയായി കെ റഫീഖിനെ തെരഞ്ഞെടുത്തു. 27-അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. 4 പേർ പുതുമുഖങ്ങളാണ്. വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. അനൂപ്, വയനാട്ടിൽ CPIM-ന് ഇനി പുതിയ നേതൃത്വം. കെ റഫീഖ് ജില്ലാ സെക്രട്ടറിയായി എത്തുകയാണ്. 36-ാം വയസ്സിൽ ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുമായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് റഫീഖ് എത്തുന്നു. 27-അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 4 പേർ പുതുമുഖങ്ങളാണ്. ഒരുപക്ഷെ CPIM-ന് മാത്രം കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ നടപടികളാണ് സമ്മേളന കാലത്ത് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ജനകീയമായ രീതിയിൽ സമ്മേളനത്തിന്റെ പുതിയ നേതൃത്വത്തെ, അടുത്ത 3 വർഷത്തെ ജില്ലയിലെ പാർട്ടിയെ നയിക്കാനുള്ള നേതൃത്വത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ കെ റഫീഖ് CPIM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ 27-അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ 4 പേർ പുതുമുഖങ്ങളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാലത്തിനനുസരിച്ച് CPIM-ന്റെ നേതൃത്വങ്ങൾ ആ രീതിയിൽ പുതിയ തലമുറ നേതൃത്വത്തിലേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളന തെരഞ്ഞെടുപ്പായി നമുക്ക് വയനാട്ടിലെ ജില്ലാ നേതൃത്വത്തെ കാണാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഈ സമയത്ത് അടയാളപ്പെടുത്താൻ കഴിയുക. 4 പേർ പുതുമുഖങ്ങൾ. DYFIയുടെ സെക്രട്ടറി ആയിരുന്ന കെ റഫീഖ് ഇനി പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന്റെ സെക്രട്ടറിയായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനൂപ് ചേരുകയാണ്. അനൂപ്, കെ റഫീഖ് CPIM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു. ഒപ്പം തന്നെ 27-അംഗ കമ്മിറ്റി, അതിൽ 4 പേർ പുതുമുഖങ്ങൾ. മനു, അതെ, 3 ദിവസമായി അല്ലെങ്കിൽ ബത്തേരിയിൽ എടത്തറ ഓഡിറ്റോറിയത്തിൽ PM മുഹമ്മദ് നഗറിൽ ചേരുന്ന CPM വയനാട് ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായി കെ റഫീഖിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ജില്ലാ കമ്മിറ്റി നേതാക്കൾ ഔദ്യോഗികമായി അറിയിച്ചത്. കെ റഫീഖ് നിലവിൽ DYFI ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് കെ റഫീഖ് ഈ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ഒട്ടേറെ കാലം SFIയിൽ പ്രവർത്തിച്ചു. അദ്ദേഹം SFIയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. CI2 ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്ഥിരം സമിതി അംഗം, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിലവിൽ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. 37 വയസ്സുള്ള കെ റഫീഖ് ഒരു യുവജന പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ യുവജന സംഘടനാ രംഗത്തു കൂടി കടന്നു വന്നയാളാണ്. വിവിധ പോരാട്ടങ്ങളിൽ, വിവിധ സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയകാലം മുതൽക്ക് തന്നെ വിവിധ സമരങ്ങളിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ജയിൽ വാസം അനുഭവിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുള്ള നിരന്തരം ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് വിദ്യാർത്ഥികാലം മുതൽ കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വയനാട് CPM ജില്ലാ സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ചൂരൽമല, മുണ്ടക്കൈ ദുരന്തമെല്ലാം പിന്നിട്ട് അല്ലെങ്കിൽ ഒരു അതിജീവന കാലത്തെ സമ്മേളനം കൂടിയാണ് വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ആ കാലത്ത് വലിയ തോതിൽ യുവജനങ്ങളെ അണിനിരത്തി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായി ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ് കെ റഫീഖ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡിനെ പൂർണ്ണ സജ്ജമാക്കി ആ മേഖലകളിൽ ഇപ്പോഴും ആ യൂത്ത് ബ്രിഗേഡിൻ്റെ സേവനം ആ മേഖലകളിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ജൂലൈ 30 മുതൽ ആ വിധത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ വലിയ നിരന്തര സാന്നിധ്യം ആ ദുരന്ത മേഖലകളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് കെ റഫീഖ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഏതായാലും ഒരു യുവജന പ്രതിനിധിയെ അല്ലെങ്കിൽ യുവജനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ കെ റഫീഖിനെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ പറയുന്നത്. ഏതായാലും ജില്ലാ സമ്മേളനം 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനം ഏതായാലും അതിൻ്റെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സമാപിച്ചു. ഈ കാലത്തിനിടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങൾക്കിടെ വലിയ ചർച്ചകളാണ് വയനാടിൻ്റെ പൊതു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമെല്ലാം ഉയർന്നു വന്നത്. വിവിധ പ്രമേയങ്ങൾ ആ വിധത്തിൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ജില്ലാ സെക്രട്ടറി പ്രവർത്തന സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിന്മേലുള്ള മറുപടി ജില്ലാ സെക്രട്ടറിയും മേൽക്കമ്മിറ്റി അംഗങ്ങളും നൽകി. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന് പ്രതികളെയും ഉൾപ്പെടെ തെരഞ്ഞെടുത്തതിന് ശേഷം സമ്മേളനത്തിൻ്റെ അവസാന നടപടിക്രമങ്ങളിലൂടെ ഏതായാലും ഇപ്പോൾ സമ്മേളനം കടന്നു പോവുകയാണ്. വൈകിട്ട് പൊതുസമ്മേളനത്തോടു കൂടിയാണ് സമ്മേളനം സമാപിക്കുക. ഇവിടെ നിന്ന് ഈ എടത്തറ ഓഡിറ്റോറിയത്തിന് തൊട്ട് സമീപത്തു നിന്നുള്ള ടെക്നിക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് 1,00,000 പേർ പങ്കെടുക്കുന്ന ബഹുജന പ്രകടനം ബത്തേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ സമാപനത്തോടുകൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുജന മാർച്ച് പൊതുസമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ സീതാറാം യെച്ചൂരി നഗർ, അതായത് ബത്തേരി നഗരസഭാ സ്റ്റേഡിയത്തിൽ സമാപിക്കും. അവിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ആ വിധത്തിൽ വയനാട്ടിൽ അതോടൊപ്പം ഈ ചുവപ്പ് സേന മാർച്ച് ഉൾപ്പെടെ ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ വിധത്തിൽ സമ്മേളനം 3 ദിവസമായി നടന്നു വന്ന സമ്മേളനം വയനാട്ടിൽ അവസാനിക്കുകയാണ്. മനു.
ശരി അനൂപാണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് നൽകിയത്.